സൈനികരെ മനുഷ്യ കവചമാക്കുകയാണ്. ഇസ്രായേൽ സർക്കാർ ആടി ഉലയുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ടെല്ലബീവിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്നത്. ഏറെക്കുറെ ഇസ്രായേലിൽ നിന്ന് പുറത്തിറങ്ങുന്ന മുഴുവൻ പത്രങ്ങളും ഇപ്പോഴത്തെ മധ്യ ഗസയുടെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഇപ്പോൾ വളരെ പ്രകടമായിരിക്കുന്ന ഒരു സത്യമായി നിലനിൽക്കുകയാണ്. ഇസ്രായേൽ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന രണ്ടോളം പത്രങ്ങൾ മാത്രമാണ് അവർക്ക് അനുകൂലമായി കുറച്ചെങ്കിലും എഴുതുന്നത്. എന്നാലും അതിൻ്റെ ഇടയിൽ ചില പരാമർശങ്ങളൊന്നും അത്ര ഗുണപരമായിട്ടല്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. കഴിഞ്ഞ ദിവസം മധ്യ ഗസയുടെ ഭാഗത്തോട് ചേർന്നുകൊണ്ട് 4 ഇസ്രായേലി സൈനികരെ ഹമാസ് തട്ടിക്കൊണ്ടുപോയി. ഒരാൾ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുണ്ട്, ഒന്നല്ല 2 പേർ കൊല്ലപ്പെട്ടു എന്ന മറ്റൊരു റിപ്പോർട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 പേർ കൊല്ലപ്പെടുകയും 4 സൈനികരെ തട്ടിക്കൊണ്ടുപോയി 16 ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 16 ആളുടെ പരിക്കിൽ 6 പേരുടെയെങ്കിലും പരിക്ക് വളരെ ഗുരുതരമാണ്. അവർ മൈനിങ് പൊട്ടിത്തെറിച്ചാണ് അവർക്ക് അപകടമുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ 4 സൈനികർ ഏത് തരത്തിൽ തട്ടിക്കൊണ്ടുപോയി എന്നതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടും കൃത്യമായ രീതിയിൽ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. 4 ഹെലികോപ്റ്ററിലൂടെയാണ് ഈ പരിക്കേറ്റവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം ഇസ്രായേൽ സൈന്യത്തിൻ്റെ IDF നടത്തിയത്. ഈ ഹെലികോപ്റ്റർ വന്നിറങ്ങുന്ന സമയത്ത് ടാങ്കുകൾ നിറച്ച സൈനിക വാഹനങ്ങൾ ചുറ്റുഭാഗം അവർക്ക് ബാരിക്കേഡ് തീർത്തു, അല്ലെങ്കിൽ സുരക്ഷാ മതിലുകൾ തീർത്തു. അതിനിടയിലാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന സൈനികരെ, പരിക്കേറ്റ് കിട്ടിയിരിക്കുന്ന സൈനികരെ ഹെലികോപ്റ്റർ മുഖാന്തരം ചികിത്സയ്ക്ക് വേണ്ടി ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്നത്. വലിയ സാഹസിക പ്രവൃത്തിയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഹമാസിൻ്റെ ഭാഗത്ത് എന്ന് പറഞ്ഞ തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരുന്നു. പിടികൂടപ്പെട്ട സൈനികരെ തങ്ങൾ മനുഷ്യ കവചം തീർക്കും. അതായത് ഇസ്രായേൽ ആക്രമിക്കുന്ന സമയത്ത് ഇവരുടെ പ്രതിരോധം ഉണ്ടാക്കുന്ന ഹമാസിൻ്റെ യൂണിഫോമിലോ മറ്റോ, അല്ലെങ്കിൽ ഗസക്കാർ പലസ്തീനുകളുടെ വേഷത്തിലോ മറ്റോ ഇവരെ മുൻപിൽ നിർത്തിക്കൊണ്ടുള്ള ആക്രമണമാണ് ഇനി ഉണ്ടാവുക. അങ്ങനെ ആകുന്ന സമയത്ത് ഇസ്രായേൽ സൈന്യം തന്നെ ഇസ്രായേൽ സൈനികരെ വെടിവെച്ച് കൊല്ലുന്ന രീതിയിലുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. വേഷവിധാനത്തിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു അതിർത്തി മേഖലയിലോ, അല്ലെങ്കിൽ ഇവർ കൂട്ടം കൂടി നിൽക്കുന്ന സ്ഥലത്തോ ഒറ്റയ്ക്ക് പറഞ്ഞേക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കി ഇവിടെ പ്രതിരോധിക്കുന്നവരുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒരു നാടകം സാധാരണഗതിയിൽ അവർ കളിക്കാറുണ്ട് ഹമാസ്. അത്തരം ഒരു പ്രവൃത്തി നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ സൈന്യം ഇസ്രായേൽ സൈന്യത്തെ തന്നെ വെടിവെച്ച് കൊല്ലുന്ന സ്ഥിതി വരും. ഇതിനു മുൻപ് അങ്ങനെ സംഭവം നടക്കുകയും ചെയ്തിട്ടുണ്ട്. കീഴടങ്ങാൻ വേണ്ടിയിട്ട് വെള്ളക്കൊടി പിടിച്ചുകൊണ്ട് ബിൽഡിങ്ങിൻ്റെ മേലേക്ക് 3 ഇസ്രായേലിൻ്റെ പൗരന്മാർ നടന്നു വന്നത് അവർ കരുതിക്കൂട്ടി എന്നാണ് ഈ ഹമാസിൻ്റെ അല്ലെ പലസ്തീൻ്റെ ഭാഗത്തുള്ള റിപ്പോർട്ട്. എന്നാൽ അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണെന്ന് പറയാം. ഏതാണെങ്കിലും 3 പേരെയും വെടിവെച്ച് കൊന്നു. അപ്പോൾ ഇസ്രായേലി പൗരന്മാരെ ഇസ്രായേലി സൈന്യം തന്നെ വെടിവെച്ച് കൊന്ന റിപ്പോർട്ട് ഗസയിൽ നിന്ന് പുറത്തു വന്നാണ്. സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു. അതോടുകൂടിയിട്ട് വലിയ പ്രക്ഷോഭങ്ങളും വലിയ സമരങ്ങളും മധ്യ ഇസ്രായേലിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ നടക്കുകയാണ്. തെല്ലവീവിനെ ഇളക്കി മറിക്കുന്ന രീതിയിൽ 10,000 പങ്കെടുത്ത പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇപ്പോൾ നടക്കുന്നു. എന്തിന് ബലി കൊടുക്കുന്നു, നിങ്ങൾക്ക് ഏതാണെങ്കിലും ഗസയെ കീഴടക്കാൻ വേണ്ടി സാധിക്കുകയില്ല, ഈ സർക്കാർ രാജിവെച്ച് പോകണം. ഇപ്പോൾ സർക്കാരിൻ്റെ അകത്ത് തന്നെ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ്. പ്രത്യേകിച്ച് IDF വളരെ രൂക്ഷമായ രീതിയിൽ ഗവൺമെൻറ്റിനോട് പ്രതികരിക്കുന്നുണ്ട്. ഇതൊന്നും മുൻപ് ഇല്ലാത്തതാണ്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: സുരക്ഷിതമില്ലാത്ത രീതിയിൽ എങ്ങനെയാണ് സൈനികരെ ബലി കൊടുക്കാവുന്ന തരത്തിൽ ഗസയിലേക്ക് യുദ്ധത്തിന് പറഞ്ഞേക്കുക. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവണം, ഇതിൽ ഇടപെടണം എന്ന് ചെയ്തിട്ട് അവിടുന്ന് മധ്യ ഗസയിൽ നിന്ന് സൈനികരെ പിൻവലിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യം ഈ മേഖലയിൽ തങ്ങൾ എങ്ങനെയാണ് സുരക്ഷിതർ എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു തരണം. കാര്യം എന്ന് പറഞ്ഞാൽ റോഡിനുടനീളം ബിൽഡിങ്ങിനോട് ചേർന്നൊക്കെ മൈനിങ് കുഴിച്ചിട്ടിട്ടുണ്ട്. അത് പൊട്ടിത്തെറിക്കും, വാഹനം കയറുന്ന സമയത്തോ അല്ലെങ്കിൽ റിമോട്ട് ഉപയോഗിച്ചിട്ടോ പൊട്ടിത്തെറിക്കുന്ന കാര്യങ്ങൾ. പിന്നീട് അപ്രതീക്ഷിതമായ രീതിയിൽ ഇവർ ഒറ്റപ്പെട്ട സൈനികർ ഉണ്ടാകുന്ന സമയത്ത് 4-5 പോലെയുള്ള സൈനികർ ഉണ്ടാകുമ്പോൾ കൂട്ടത്തോടു കൂടി വളഞ്ഞ് ആക്രമിച്ചുകൊണ്ട് കീഴടക്കുന്ന പരിപാടി. അങ്ങനെയാണ് 4 ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയത്. എന്നാലും ഇവരിപ്പോൾ ഇസ്രായേൽ IDF ഇതിൽ പറയുന്ന കാര്യം, കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് 4 സൈനികർ അപ്രത്യക്ഷമാകുന്നത്. ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല അവരെ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് എന്ത് സംഭവിച്ചു എന്നത് ഇപ്പോഴും ഒരു അജ്ഞാതമായിട്ട് നിൽക്കുകയാണ്. കൂട്ടത്തോടു കൂടി 20-ലധികം സൈനികർ ഒരു ഭാഗങ്ങളിലേക്ക് നിൽക്കുന്നതിനിടയിൽ അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. എന്നാൽ 20 അല്ല, അവരുടെ കൂടെ ഏകദേശം 40ഓളം സൈനികരുണ്ട് എന്നും പറയുന്നു. അപ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒറ്റക്കൊണ്ടുപോകാൻ എങ്ങനെ സാധിച്ചു എന്നത് ഈ ഇസ്രായേലിലെ ഈ ജൂത വിഭാഗങ്ങൾ ഇപ്പോൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നതിന് മറുപടി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്
അപ്പോൾ ഏതായിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതികളിൽ ചില പത്രങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു പക്ഷേ തുടരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു സ്ഥാനം രാജിവെക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ അതൊന്നും ഒരു ഔദ്യോഗിക റിപ്പോർട്ടായിട്ട് ഇപ്പോഴും പരിഗണിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് ഇസ്രായേൽ ഉടനീളം വലിയ പ്രക്ഷോഭങ്ങൾ, വലിയ സമരങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ അങ്ങനെ സംഘടിച്ചുകൊണ്ടും ഒറ്റപ്പെട്ടുകൊണ്ടും നടക്കുന്നു. അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ ബന്ധുക്കൾ സമര രീതികളൊക്കെ ഒന്നുകൂടി സജീവമാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ജീവനുള്ള ബന്ധുക്കൾ എത്ര പേർ ഇപ്പോൾ ജീവനുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ സർക്കാർ എന്നൊക്കെയാണ് അവർ എഴുതി വെച്ചിരിക്കുന്ന പ്ലേ കാർഡിൽ എഴുതി ചോദിക്കുന്നത്. അപ്പോൾ കൃത്യമായിരിക്കുന്ന ഒരു വിവരം പോലും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ തുടരുന്നത്? 1.25 വർഷമായി, ഏകദേശം 2 വർഷം ആവാൻ പോവുകയാണ് യുദ്ധം തുടങ്ങിയതിന് ശേഷം. ഇപ്പോഴും നിങ്ങൾക്ക് 20 ജീവനുള്ള ബന്ധുക്കളെ മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവരെ ഇട്ടേച്ച് പോരുക. നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കില്ല, വിജയിക്കാൻ സാധിക്കില്ലെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ എന്തിന് നിങ്ങൾ അവിടെ പ്രയാസം അനുഭവിക്കണം? നമ്മുടെ സൈനികർ, നമ്മുടെ പൗരന്മാർ, നമ്മുടെ മക്കൾ അല്ലെ സഹോദരന്മാർ വീണ്ടും വീണ്ടും നഷ്ടപ്പെട്ടു പോകുന്ന രീതിയാണ്. കാര്യമെന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും മുൻപ് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ആ യുദ്ധത്തോടനുബന്ധിച്ച് ന്യൂയോർക്കിലേക്കോ വാഷിങ്ടണിലേക്കോ വിദേശ രാജ്യത്ത് അതായത് ഗൾഫ് രാജ്യത്തിൽ നിന്ന് വരുന്ന വിമാനങ്ങളെക്കുറിച്ച് അന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. കൂട്ടക്കരച്ചിലോട് കൂടിയാണ് ആ വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് അമേരിക്കൻ പൗരന്മാർ എയർപോർട്ടിൻ്റെ അകത്തേക്ക് ഇടിച്ചു തള്ളിയത്. അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഈ സൈനിക വിഭാഗത്തിന് അതല്ലെങ്കിൽ സുരക്ഷാ വിഭാഗത്തിന് സാധിക്കാതെ പോയ വൈകാരികമായിരിക്കുന്ന പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് അന്ന് ഇറങ്ങുന്ന വിമാനങ്ങളിൽ ഏകദേശം 20 ഈ അമേരിക്കൻ സൈനികരുടെ മൃതദേഹമെങ്കിലും ഉണ്ടാവുമായിരുന്നു എന്നുള്ളതാണ്. രൂക്ഷമായിരിക്കുന്ന യുദ്ധമാണ് ഇറാഖിന് നേരെ അന്ന് നടന്നത്. സൈനികർ കൂട്ടത്തോടു കൂടി മരണം വരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. 5000-ലധികം സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് അമേരിക്ക സ്ഥിരീകരിച്ചതാണ്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ് അവർ ഒരു കാലത്തും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ സത്യം പറയാറില്ല, അപൂർവമായിട്ടാണ്. ഇപ്പോൾ തന്നെ സത്യം പുറത്തു വരുന്നത്. സോഷ്യൽ മീഡിയ സജീവമാണ്, അൽ ജസീറ ചാനൽ സജീവമാണ്. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യം അപ്പോൾ ലോകം അറിയുന്നു എന്നതിനാൽ ഇപ്പോൾ BBC-യും റോയിട്ടേഴ്സിനെയും മാത്രം ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ലോകത്തിനില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ കുടുങ്ങിയിരിക്കുന്നത്. മുമ്പൊന്നും ഇസ്രായേൽ പറയുന്ന കാര്യം ലോകം കേൾക്കുമായിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ പറയുന്നതല്ല, യാഥാർത്ഥ്യം പലസ്തീൻ പറയുന്നതാണ് എന്നൊരു തിരിച്ചറിവുണ്ടായത് ഈ സോഷ്യൽ മീഡിയയുടെ സജീവമായിരിക്കുന്ന മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടും അൽ ജസീറ സജീവമായി ഇടപെടുന്നു എന്നതിനാലുമാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം, ഇപ്പോൾ അമേരിക്കയുടെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് അന്ന് വിമാനം വന്ന സമയത്ത് അമേരിക്കൻ പൗരന്മാർക്കുണ്ടായിരിക്കുന്ന വൈകാരികമായിരിക്കുന്ന സ്ഥിതി എന്താണോ സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഇസ്രായേലിലെ എയർപോർട്ടിൻ്റെ അകത്തും അതേപോലെ തന്നെ സൈനിക വിമാനത്താവളത്തിൻ്റെ അകത്തൊക്കെ നടക്കുന്നത്. ആളുകൾ കൂട്ടത്തോടു കൂടി അങ്ങോട്ട് ഓടിച്ചെല്ലുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്ന് ചുരുക്കം. പാലസ്തീൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഹെലികോപ്റ്റർ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൽ നമ്മുടെ സഹോദരന്മാരുടെ മൃതദേഹമാണ്, അതല്ലെങ്കിൽ മാരമായിരിക്കുന്ന പരിക്കേറ്റവരാണ്. ഇതാരാണ് ഏതാണ് എന്നുള്ള ആകാംക്ഷയോട് കൂടിയിട്ടാണ് സൈന്യത്തിലേക്ക് റിക്രൂട്ടിന് വേണ്ടിയിട്ട് മക്കളെ അയച്ചിരിക്കുന്നവരുടെ മാതാപിതാക്കൾ ഇവിടേക്ക് ഇടിച്ചു കയറുന്നത്. അപ്പോൾ ഓരോരുത്തരും ആശ്വാസം കൊള്ളുന്നു, എൻ്റെ മോൻ ഇന്നില്ല, ഇനിയിപ്പോൾ നാളെ ആയിരിക്കുന്നില്ല. ചിലവരൊക്കെ പൊട്ടിക്കരയുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ മക്കളായിരിക്കും. ഇങ്ങനത്തെ വല്ലാത്തൊരു വൈകാരിക സാഹചര്യങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ അകത്തുള്ള സൈനിക വിമാനത്താവളത്തിൻ്റെ ഭാഗങ്ങളിൽ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സങ്കീർണമാണ്. വളരെ അതിജീവിച്ചു കൊണ്ട് കീഴ്പ്പെടുത്താം എന്നൊക്കെ വീമ്പ് പറയുക എന്നല്ലാതെ അതൊന്നും നടക്കാത്തൊരു കാര്യമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇസ്രായേലിലെ ജനങ്ങളും അതോടൊപ്പം തന്നെ ലോകം തിരിച്ചറിയുന്നു. അത് തിരിച്ചറിയാതെ IDF സംഘത്തിനും ഇതറിയാം. കാരണം IDF സംഘം യുദ്ധം നയിക്കുന്നവരാണ്. ഇസ്രായേൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ AC റൂമിൽ ഇരുത്തുന്നതിനായിട്ട് പ്രഖ്യാപനം നടത്തുന്നവരാണ്. പ്രസ്താവന പുറത്തിറക്കി അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനത്തിന് വേണ്ടി ഈ ഇസ്രായേലി സൈനികരെ ബലിയാടാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതിപ്പോൾ ലോകത്തിനൊക്കെ തിരിച്ചറിയുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ ഹമാസ് എന്ന് പറയുന്ന ചെറിയ സംഘത്തെ ഇല്ലാതാക്കാൻ വേണ്ടി 2 കൊല്ലത്തിൻ്റെ ആവശ്യമൊന്നും ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബലവും ശക്തിയും തന്ത്രത്തിലും സാമ്പത്തിക മുന്നേറ്റത്തിലൊക്കെ വളരെ അതിജീവനം നടത്തപ്പെട്ട ഒരു രാജ്യത്തിന് ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ സങ്കീർണമാണ്. അത് പ്രതിരോധിക്കാൻ സാധിക്കാത്തതാണ്, വലിയ പ്രയാസകരമാണ്. ഈ കാര്യത്തിൽ ഇസ്രായേൽ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുത്തുന്നതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം ലോകം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതിലേറ്റവും മാരകമായിരിക്കുന്ന വേർഷൻ എന്ന് പറയുന്നത് പിടികൂടപ്പെട്ട ഇസ്രായേൽ സൈനികരെ മനുഷ്യ കവചം തീർത്തുകൊണ്ട് തങ്ങൾ ഇസ്രായേൽ സൈനികരെ നേരിടും എന്നുള്ള ഒരു പ്രസ്താവന പുറത്തു വന്നതോടുകൂടി ഇതിൻ്റെ ഭീകരത
അതിഭയാനകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനെ അതിജീവിക്കുക എങ്ങനെയാണ് എന്നുള്ളതാണ് ഇസ്രായേൽ സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. അതിജീവനം വലിയ പ്രയാസമാണ് എന്നുള്ള കാര്യം അവർക്കറിയാമെങ്കിൽ പോലും എന്തെങ്കിലും പോംവഴികൾ ഉണ്ടോ എന്ന കാര്യം കൂടി ആലോചിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.